രാത്രിയിൽ പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മരണം 24 മണിക്കൂറാകുന്ന ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിലാണ് നമ്മുടെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നത്. അതൊരു പക്ഷേ പകലിലാവാം, അതല്ലെങ്കിൽ രാത്രിയിലാവാം. എപ്പോഴായിരുന്നാലും നമ്മൾ മരിക്കുമ്പോൾ സ്വർഗ്ഗാവകാശിയായി മരിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ അതിലുണ്ട്, ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. ആദ്യം തന്നെ വിളിക്കുന്നത് അല്ലാഹുവേ അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്നും അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും അവനാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നതെന്നുമുള്ള ആ റബ്ബിനെ കുറിച്ചുള്ള എന്റെ കൃത്യമായ വിശ്വാസം ഞാൻ അല്ലാഹുവിനോട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. തൗഹീദിന്റെ പ്രഖ്യാപനം അതിലൂടെ അവൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ആ റബ്ബാണ് എന്നെ പഠിച്ചത് എന്നവൻ സമ്മതിച്ചു പറയുകയാണ്. ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്റെ ഖാലിഖ്, എന്നെ സൃഷ്ടിച്ചത് തന്നെ നീയാണ് അല്ലാഹുവേ. പിന്നെ പറയുന്നു അന അബ്ദുക, നാലാമത് പറയുന്നത് ഞാൻ അബ്ദുക, നിന്റെ അടിമയാണ്. അടിമക്കൊരു പ്രത്യേകതയുണ്ട്. ഉടമ എന്ന് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കലാണ് അടിമയുടെ കടമ. അതുകൊണ്ട് തന്നെ റബ്ബേ, എന്റെ സൃഷ്ടാവായ നീ പറയുന്നത് എന്തും അനുസരിക്കുന്ന വിനീതനായ ഒരു അടിമയാണ് ഞാനെന്ന് നാലാമതായി പറയാണ്. അഞ്ചാമതായി പറയുന്നത് അല്ലാഹുവേ, ഞാൻ നിന്നോടെടുത്ത വാഗ്ദത്തത്തിന്മേലാണ്, നിന്നോടെടുത്ത കരാറിന്മേലാണ്, മസ്തതഅ്തു, എന്റെ കഴിവിന്റെ പരമാവധി. അല്ലാഹുവേ, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന അഹ്ദ് നിന്നോട് എടുത്തവനാണ്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് നിന്നോട് വഴി പറഞ്ഞവനാണ്. അല്ലാഹുവിനോടുള്ള കടമയും അല്ലാഹുവിനോടുള്ള കടപ്പാടും അല്ലാഹുവിനോടുള്ള കരാറും അല്ലാഹുവിനോടുള്ള വാഗ്ദത്തങ്ങളും ഒക്കെ നമ്മൾ ചെറുതുവിൽ പറയുന്നുണ്ട്. റബ്ബേ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നിസ്കാരം, എന്റെ അനുഷ്ഠാനങ്ങൾ, എന്റെ ബലികർമ്മം, അതുപോലെ തന്നെ എല്ലാം റബ്ബേ നിനക്ക് വേണ്ടിയാണ്, നിനക്ക് പൊരുത്തമില്ലാത്തത് ഞാൻ ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മൾ റബ്ബിനോട് കരാറെടുക്കുന്നത്.